കഴിഞ്ഞ ദിവസം ധന്യ വർമ്മയുടെ ചാനൽ വന്ന അനുപമ പരമേശ്വരന്റെ ഒരു ഇന്റർവ്യൂ വൻ രീതിയിൽ വൈറലായിരുന്നു. പലരും ഇതിനോടകം അത് കണ്ടു കാണും. എന്തുകൊണ്ട് ഈ ഇന്റർവ്യൂ ഇത്രത്തോളം വൈറലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുപമ പരമേശ്വരുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചു കാണും. അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ ഇന്റർവ്യൂയിലേക്ക് കടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പറയുന്ന അനുപമ പരമേശ്വരൻ ഒരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പിലായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ മോസ്റ്റ്ലി അത് ധ്രുവ് വിക്രമാണ് എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പറയുന്ന ധ്രുവ് വിക്രമും അനുപമ പരമേശ്വരനും ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇരുവരുടെയും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ സെയിം ലൊക്കേഷനിൽ വെച്ച് ഒരുപാട് ഫോട്ടോസ് രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അനുപമ ഒരു പോസ്റ്റ് ഇടും, അതിനൊരു ക്യാപ്ഷൻ അനുപമ കൊടുക്കും. അത് പകുതി മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ബാക്കി പകുതി വിക്രമായിരിക്കും പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം അനുപമ ധ്രുവ് വിക്രമിനെ അൺഫോളോ ചെയ്യുന്നു. അതിന് പിന്നാലെ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്യുന്നു. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: ചിലപ്പോൾ മനസമാധാനം കണ്ടെത്താൻ ജീവിതത്തിലെ ചില അവസാനിച്ച ബന്ധങ്ങളെയും വഴികളെയും നമ്മൾ വിട്ടയക്കേണ്ടി വരും. ആക്ച്വലി ഇന്ന് ഞാൻ മനസമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ എന്റെ ശബ്ദത്തെ തിരഞ്ഞെടുക്കുന്നു, എന്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു. എനിക്കിനി ആരുടെയും അനുമതി വേണ്ട, ആരെയും ഭയപ്പെടേണ്ടതില്ല. ഞാൻ മാത്രമായി വീണ്ടും എന്നെ തന്നെ കണ്ടെത്തുകയും ഒരിക്കൽ എന്റേതാണെന്ന് മറന്നുപോയ എന്റെ ജീവിതത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വളരെ നാളായി ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, വളരെ കാലമായി പറയാൻ അനുവാദമില്ലാത്തൊരു കാര്യം. യെസ്, ഐ ലവ് യു ഓൾ. ഇങ്ങനെ നീളുന്ന ഒരു പോസ്റ്റാണ് ഇത്. ഈ പോസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകും അല്ലെ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്നതിന് സന്തോഷമാണ് ഈ അനുപമ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ പോസ്റ്റ് വൻ രീതിയിൽ വൈറലായി കേട്ടോ. ഈ പോസ്റ്റ് വായിച്ച് ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു ധ്രുവ് വിക്രമിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വെച്ചത് എന്നുള്ളത്. എന്തായാലും അനുപമ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതോടുകൂടി അനുപമ ധ്രുവ് വിക്രം റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള രീതിയിൽ റൂമർ സ്പ്രെഡ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് അനുപമയുടെ അപ്കമിംഗ് റിലീസിംഗ് സിനിമ ആയിട്ടുള്ള ക്രേസി കല്യാണം എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിൽ അനുപമ പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ అనుపమയോട് ചോദിക്കപ്പെടുകയുണ്ടായി. നമുക്ക് എന്തായാലും ఆ ചോദ്യവും అనుపమയുടെ మరబడిയും ഒന്ന് కేటు നോക്കാം. ఒక చిన్న విషయం అడగాలి మిమ్మల్ని. లాస్ట్ కపుల్ ఆఫ్ వీక్స్ మేబీ మోర్ మీ ఇన్స్టాగ్రామ్ ఫీడ్ అంతా కూడా కొన్ని క్రిప్టిక్ మెసేజెస్ తో నిండిపోయి ఉంటుంది. అండ్ మీ స్పీచ్ లో కూడా రిపీటెడ్ గా మీరు యు ఆర్ టాకింగ్ అబౌట్ సమ్ బ్యాడ్ డేస్. మీకు అభ్యంతరం లేకపోతే హోప్ఫుల్లీ యు ఆర్ ఆల్ రైట్. ఐ యామ్ ఫెంటాస్టిక్ అండి. మీకేమనిపిస్తుంది నన్ను చూసి? అంటే నిన్న ఒక పోస్ట్ పెట్టారు, యూ వెంట్ త్రూ ఏ వెరీ రఫ్ ఇయర్ బట్ యు ఆర్ ఫ్యాబులస్ అని చెప్పి. ఎస్, అది నిజం. అందుకే నేను ఇంత ఓపెన్ గా హ్యాపీగా మాట్లాడగలుగుతున్నాను ఈ రోజు. సో ఐఎమ్ ఇన్ అ వెరీ గుడ్ స్పేస్. ఐ విష్ ఐ వాస్ ఇన్ దిస్ కైండ్ ఆఫ్ స్పేస్ వెన్ వీ డిడ్ క్రేజీ కళ్యాణం. ఇంకా క్రేజీ ఉండేది, బట్ అప్పుడు లేదు. ఇప్పుడు ఐ ఆమ్ ఇన్ అ గుడ్ സ്പേസ് అండి. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇവിടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ വളരെ മോശം അവസ്ഥയിലൂടെ ആയിരുന്നല്ലോ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളതാണ്. അതിനുള്ള അനുഭവത്തിന്റെ മറുപടി എന്താണ്? അതെ, ഞാൻ അതിമനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിസന്തോഷവതിയാണ്. ഞാൻ ഇപ്പൊ തുറന്ന് സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ എല്ലാം കൊണ്ട് നല്ല അവസ്ഥയിലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ അനുപമ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ധന്യ വർമ്മയുടെ ചാനലിൽ അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂ വരുന്നത്. ആക്ച്വലി ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ലിറ്ററലി ഷോക്കായി പോയി എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അനുപമ ആദ്യം തന്നെ പറയുന്നത് താൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ അനുപമ പറയുന്ന പോർഷൻ ഇവിടുന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. I have gone through narcissistic abuse for 2 years. ഓക്കെ, കേട്ടല്ലോ. കഴിഞ്ഞ 2 വർഷത്തോളമായി ഞാനൊരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ അനുപമ പറഞ്ഞു വെക്കുന്നത്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയാതെ വയ്യ. ഈ നാർസിസ്റ്റിക് അബ്യൂസ് എന്താണെന്നുള്ളത് ഇതിനോടകം തന്നെ പലർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ആ അവസ്ഥയിലുള്ള വ്യക്തികളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാവാറുള്ളത്. ഇവരെന്ന് പറയുന്നത് ഹൈലി ടോക്സിക് പേഴ്സൺസ് ആയിരിക്കും. ഇവരുടെയൊക്കെ വരയിൽ പെട്ടുപോയാൽ പിന്നെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഈ വെള്ളത്തിൽ നിന്നും പുറത്ത് കിടന്ന ഒരു മീനിനെ പോലെ ആയിരിക്കും അപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവന്മാരെ നമ്മളിങ്ങനെ ശ്വാസം മുട്ടിച്ച് അങ്ങോട്ട് കൊല്ലും. ഇതിനൊരു ബെസ്റ്റ് ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ബാല അമൃത സുരേഷ് റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ എത്രത്തോളം അമൃത സുരേഷ് അനുഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം നാർസിസ്റ്റിക് അബ്യൂസിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് താൻ കഴിഞ്ഞ കുറച്ച് കാലമായി കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ അനുപമ പരമേശ്വരൻ പറഞ്ഞു വെക്കുന്നത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും.
പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവർ ആൾക്കാരുടെ മുന്നിൽ വളരെ നല്ല മനുഷ്യന്മാരായിട്ട് നിൽക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇവരോട് ഇടപഴകി കഴിഞ്ഞാണെങ്കിൽ ഇവരെക്കാൾ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിലേ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല കിടിലനായിട്ട് ഇവർ ആളുകളോട് പെരുമാറും. ആളുകളെ സോപ്പിട്ട് വലയിലാക്കാൻ ഇത്തരക്കാർക്ക് ഭയങ്കര കഴിവായിരിക്കും. ഇവരുടെ ഈ സ്വഭാവം കാണുമ്പോൾ തന്നെ പല ഗേൾസും ഇവരുടെ വലയിൽ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു മക്കളെ. അതോടെ തുടങ്ങും നിങ്ങളുടെ അധപ്പതനം. പതിയെ പതിയെ ഇവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ എങ്ങോട്ട് പോകണം, നിങ്ങൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഇവർ തീരുമാനിക്കും. അത് റിലേഷൻഷിപ്പിലായി അടുത്ത ദിവസം തന്നെ ഇവർ ചെയ്യുന്ന പരിപാടിയില്ല കേട്ടോ. പതിയെ പതിയെ ഇവരെന്താക്കും, എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. നമ്മൾ പോലും അറിയില്ല അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആ ലെവലിൽ അവർ പതിയെ പതിയെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും ഇവർ നമ്മളെ ട്രാപ്പ് ചെയ്തതാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത്തരക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഒരു അടിമയെ ആവശ്യമാണ്. ആ അടിമയാണ് ഇവർ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൺട്രോൾ ചെയ്യാനും ഇവർക്ക് അനുസരിപ്പിക്കാനും ഇവർക്ക് പാവയെ പോലെ തട്ടി കളിക്കാനും ഒരു അടിമയെ ആവശ്യമാണ്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെങ്ങനെയാണ്. ഇതൊരു പ്രത്യേക തരം രോഗാവസ്ഥയാണ്. എന്തായാലും ഇതിനെ കുറിച്ച് അനുപമ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ദേ ലവ് ദംസെൽഫ് എ ലോട്ട്, ബട്ട് ആക്ച്വലി ദേ ഹേറ്റ് ദംസെൽഫ്. ദേ ആർ ദ മോസ്റ്റ് ഇൻസെക്യൂർ പീപ്പിൾ യു ക്യാൻ ഫൈൻഡ്. They have no self-worth. They are like empty vessel, basically. So, avarku basically വേണ്ടത് control ആണ്. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ supply. So now, നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്തൊരു അവസ്ഥയാണല്ലേ. ചുരുക്കി പറഞ്ഞാണെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർ ഒന്നുമല്ലാതാക്കി അവരുടെ ജീവിതം തന്നെ കുളം തോണ്ടി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു അവസ്ഥ അല്ലെ. ഇത് എക്സ്ട്രീംലി ടോക്സിക് ആണെന്ന് പറയാതെ വയ്യ. ഇതിലൊക്കെ ആയിരിക്കും ഇവർ സന്തോഷം കണ്ടെത്തുന്നത്. ഇവിടെ അനുപമ പറഞ്ഞ പോലെ ഇത്തരക്കാർ പാവപ്പെട്ട പെൺകുട്ടികളുമായി പെട്ടെന്ന് അനുസരിക്കുന്ന പെൺകുട്ടികളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടില്ല. കാരണം അങ്ങനെയുള്ള പെൺകുട്ടികളെ അനുസരിപ്പിക്കാൻ വലിയ പാടില്ലല്ലോ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അനുസരിക്കും. പക്ഷെ നേരെ മറിച്ച് ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുസരിപ്പിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം അത്തരം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങൾക്കും അവർക്ക് അവരുടേതായ രീതികൾ ഉണ്ടാകും. അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ അവർക്ക് അവരുടേതായ രീതികൾ ഉണ്ടാകും, ചോയ്സുകൾ ഉണ്ടാകും. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അവർ പോകുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഓരോ കാര്യത്തിലും അവർക്ക് അവരുടേതായ ചോയ്സ് ഉണ്ടാകും അല്ലെ. ആ ചോയ്സ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ ചോയ്സ് ബ്രേക്ക് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് എപ്പോഴും ടീഷർട്ട് ഇട്ട് നടക്കാനാണ് ഇഷ്ടമെന്ന് കരുതുക. എന്നോട് നിങ്ങളൊന്ന് പറയാണ് നാളെ തൊട്ട് നീ ടീഷർട്ട് ഇടണ്ട, ഷർട്ട് ഇട്ടോ എന്നുള്ളത്. അതെനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയുള്ള എന്നെ കൊണ്ട് ഷർട്ട് ഇടിപ്പിക്കാനായിരിക്കും ഇത്തരക്കാര് പരിശ്രമിക്കുക. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി അവർ പറ്റുന്ന പണികളെല്ലാം എടുക്കും. ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സുഖമുണ്ട് മക്കളെ. അതിനു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് തന്നെ. വല്ലാത്തൊരു തരം സൈക്കോകൾ തന്നെ അല്ലെ. ഇത്തരക്കാരുടെ പിടിയിലകപ്പെട്ട് ഒരുപാട് സ്ത്രീകളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരുപാട് പെൺകുട്ടികളെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ടാകും. കല്യാണം കഴിഞ്ഞതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ആകുന്നതിന് മുമ്പേ ഭയങ്കര സ്മാർട്ടായി നടക്കുന്ന പെൺകുട്ടികൾ, എല്ലായിടത്തും പാറി പറന്ന് നടക്കുന്ന പെൺകുട്ടികൾ, കുടുംബത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും എന്ത് പരിപാടി വന്നാലും മുൻപന്തിയിൽ നിൽക്കുന്ന പെൺകുട്ടികൾ, ഇങ്ങനത്തെ ഒരുപാട് പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം വളരെ അടങ്ങി ഒതുങ്ങി ഒന്നിലേക്കും ഇല്ലാതെ വളരെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരിൽ പലരും ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസിൽ ഇരയായവരായിരിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ ഇരയായവർക്ക് മനസ്സിലാക്കില്ല താൻ ഒരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇവര് വിചാരിക്കുന്നത് സ്നേഹം കൊണ്ടാണ് തന്റെ പാർട്ണർ തന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെ കുറിച്ച് അനുപമ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. എക്സ്ട്രീംലി ഗുഡ് പെർഫോമേഴ്സ്. അവരുടെ വീടിന്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിന്റെ അടുത്തൊരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathil nu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us.
അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാനൊരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെൻ ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിമ്പത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് us. അപ്പോൾ ദിസ് പേഴ്സൺ വുഡ് വാണ്ട് ടു നോ മോർ അബൌട്ട് us. അപ്പം നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇവരുടെ കഴിവെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ടാർഗറ്റിനെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന പരിപാടി ആ ടാർഗറ്റിനെ നന്നായി കൂടി പഠിക്കും. അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രോമാസ് ഉണ്ടോ എന്നൊക്കെ ഇവർ നന്നായി ഒബ്സർവ് ചെയ്ത് പഠിക്കും. എന്നിട്ട് ഇവർ ഈ ടാർഗറ്റിന് മുന്നിൽ ഒരു ഇമോഷണൽ ഡ്രാമ കിട്ടി കളിക്കും. അതിൽ വീണ് പോകാത്ത പെൺകുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. ഉദാഹരണമായി പറയാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെയല്ല, ശരിക്കും ഞാൻ ജസ്റ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. അപ്പൊ ഞാൻ അങ്ങനെ വളർന്ന കുട്ടിയാണെന്ന് വെക്കുക. അങ്ങനെയല്ല എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് അവളുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യാണ്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെയാണ് വളർന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് കൂടാറുണ്ട്, അടി കൂടാറുണ്ട്, കള്ളു കുടിച്ചു വന്ന് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അടിക്കാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയോട് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നും. അല്ലേ, എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ആ വ്യക്തിക്കുമുള്ളത് എന്നൊരു തോന്നൽ എനിക്ക് വരാൻ തുടങ്ങും. പതിയെ ആ കണക്ഷൻ വല്ല അറ്റാച്ച്മെന്റ് ആയിട്ട് മാറും. പിന്നെ അതൊരു റിലേഷൻഷിപ്പിലെത്തും. ഇങ്ങനെയാണ് പലപ്പോഴും നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഒരു ടാർഗറ്റിനെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. ഇവർ ഭയങ്കര ഇമോഷണൽ ഡ്രാമ മേക്കേഴ്സ് ആയിരിക്കും. ആളുകളുടെ ഇമോഷൻ വെച്ചായിരിക്കും ഇവർ കളിക്കുന്നത്. എന്തായാലും ഇവർക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റിനെ കിട്ടി, ആ ടാർഗറ്റുമായി റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം പിന്നെ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ടോട്ടലി ആ ടാർഗറ്റിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ചുരിദാർ ഇടിപ്പിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് അത് നിർത്തിപ്പിക്കുന്നു. ഇങ്ങനത്തെ പല പരിപാടികളും ഇവർ ചെയ്യാൻ തുടങ്ങും. അതും പെട്ടെന്നല്ല ഇവർ ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ ഫോട്ടോസ് ഇടരുന്നെന്ന് പെട്ടെന്ന് നമുക്ക് അവളോട് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ ഭൂകമ്പം നടക്കും, അല്ലേ? പക്ഷെ ഇവര് സ്ലോലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതെങ്ങനെയെന്നുള്ളത് അനുഭവം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കുക. ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ നോക്കുക, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ options നമ്മൾ send ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ you post something and that person will call and say, you think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് we delete that picture. Instantly repost it again. And from the next time, he delete the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, അതിൽ it shows that you're more affectionate towards your audience. So better you ask ചേട്ടൻ for comment. Your song is looking a little കുറച്ചും കൂടി എന്താ പറയുക, what do they call, desperate or something. Like ചേട്ടൻ only select the song.
ഇങ്ങനെ ഇവർ എല്ലാ തരത്തിലും നമ്മൾ കൺട്രോൾ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ പുകയറ്റി സോപ്പിട്ട് അവരുടെ കൺട്രോളിലേക്ക് നമ്മൾ അങ്ങോട്ട് വരുത്തും. അങ്ങനെ പതുക്കെ നമ്മൾ അവരുടെ കൺട്രോളിലാവും, നമ്മൾ പോലും അറിയാതെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവില്ല താൻ ഒരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അവർ വിചാരിക്കുന്നത് അപ്പുറത്തുള്ള വ്യക്തി തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല അത്. അവരുടെ പരിധിയിലേക്ക് നിങ്ങളെ പതുക്കെ കൊണ്ടുവന്നതാണ്. അത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുറെ കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു എന്ന് വെക്കാം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ പോലും നമുക്ക് അവരുടെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവരുമായി ബ്രേക്കപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആ മൊമെന്റിൽ ഇവര് കുറെ ഇമോഷണൽ ഡ്രാമകൾ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ജീവിതം പോയി അവസാനിപ്പിക്കും, നീ എന്റെ ജീവനാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കര ഇമോഷണൽ ഡ്രാമ കളിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുമ്പോൾ അപ്പുറത്തുള്ള വ്യക്തി എന്തായിരിക്കും വിചാരിക്കുക, ഇനിയിപ്പോ എന്തായാലും എന്റെ ജീവിതം കുളം തോണ്ടി, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി പഴയ പോലെയൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ എന്താക്കും ഇവർ വീണ്ടും ആ ട്രാപ്പിലേക്ക് തന്നെ തിരിച്ചു കയറും. പിന്നെ ആ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ്. അങ്ങനെ പോയി നല്ലൊരു ജീവിതം അങ്ങ് നശിച്ചില്ലാണ്ടാവും. ഇവരില്ലാണ്ടാക്കുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തൊരു ഭീകരമാണില്ലേ അവസ്ഥ. എന്റെ വീഡിയോ കാണുന്നവരിൽ പലർക്കും ഇത്തരം സംഭവങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും തനിക്ക് നേരിട്ട് നാർസിസ്റ്റിക് അബ്യൂസ് തന്റെ കരിയറിനെ എത്തരത്തിൽ ബാധിച്ചു എന്നുള്ള കാര്യം കൂടി ഈ പറഞ്ഞ അനുഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടെ കണ്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people. I stopped looking into their eyes. I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear. Of the consequences of the anger. Yes, the consequences. So you're clearly walking on eggshells. And when you are walking on eggshells, everyone around you, your family, your staff, everyone. കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ്, everyone, family is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ചു പോകും. Again we have to come reshoot again. ഓക്കെ, ഇതൊക്കെയാണ് അനുഭവയുടെ കഴിഞ്ഞ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അനുഭവം ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, 2 വർഷം കൊണ്ട് അനുഭവം ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളമായി നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാക്കപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രയോ ആളുകൾ ഇത്തരത്തിലുള്ള അബ്യൂസിൽ പെട്ട് കിടക്കുന്നുണ്ടാകും അല്ലേ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതിഭീകരമായിരിക്കും അല്ലേ? എനിക്ക് ചിന്തിക്കാനും കൂടി വയ്യ. എന്തായാലും 2 വർഷം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അനുഭവം തന്നെ സ്വയം ഇത്തരം റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടന്നല്ലോ. വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും നല്ലൊരു കരിയർ കെട്ടിപ്പടുത്തി മുന്നോട്ട് പോകാൻ അനുഭവങ്ങൾക്ക് സാധിക്കട്ടെ. അത്ര തൽക്കാലം ഞാനിവിടെ പറയുന്നുള്ളൂ. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.